വെൽക്കം ടു എക്കണോമിക്സ് എഡിബിൾ സെറ്റ് എക്കണോമിക്സ് പ്രീവിയസ് ക്വസ്റ്റ്യൻ സീരീസിൽ ഇന്ന് കേരള സ്റ്റേറ്റ് ഫിനാൻസ് കമ്മീഷനുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടെ മാച്ച് ദ ഫോളോയിങ് ആണ് കൊടുത്തിട്ടുള്ളത്. ലിസ്റ്റ് 1 സ്റ്റേറ്റ് ഫിനാൻസ് കമ്മീഷൻ ചെയർമാൻ്റെ പേരും ലിസ്റ്റ് 2 അവർ റെപ്രസെൻറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അവർ പ്രതിനിധീകരിച്ച എത്രാമത്തെ ഫിനാൻസ് കമ്മീഷൻ ആണ് കൊടുത്തിട്ടുള്ളത്. അപ്രകാരം നോക്കുകയാണെങ്കിൽ SM വിജയാനന്ദ് 6ാമത്തെ സ്റ്റേറ്റ് ഫിനാൻസ് കമ്മീഷൻ ചെയർമാനായിരുന്നു. MA ഉമ്മൻ 4ാമത്തെ സ്റ്റേറ്റ് ഫിനാൻസ് കമ്മീഷനായിരുന്നു. BA പ്രകാശ് 5ാമത്തെ സ്റ്റേറ്റ് ഫിനാൻസ് കമ്മീഷൻ ചെയർമാനായിരുന്നു. KV രവീന്ദ്രൻ നായർ 1ാമത്തെ സ്റ്റേറ്റ് ഫിനാൻസ് കമ്മീഷൻ ചെയർമാനായിരുന്നു. അപ്പോൾ ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ A ആണ് ഇവിടെ ശരിയായിട്ടുള്ള ആൻസർ വരുന്നത്. മിക്ക സെറ്റ് എക്സാമിൻ്റെ സെക്കൻഡ് പേപ്പർ എടുക്കുകയാണെങ്കിൽ ഇങ്ങനൊരു ക്വസ്റ്റ്യൻ എന്തായാലും എക്സ്പെക്റ്റ് ചെയ്യാം. കാരണം ഇതേപോലെ മാച്ച് ദ ഫോളോയിങ് കൊടുക്കും. ഒന്നുകിൽ കേരള സ്റ്റേറ്റ് ഫിനാൻസ് കമ്മീഷൻ ചെയർമാൻ്റെ പേരും അവർ റെപ്രസെൻ്റ് ചെയ്ത എത്രാമത്തെ കമ്മീഷനാണെന്ന് കൊടുത്തിട്ടായിരിക്കും ഉണ്ടാവുക. അല്ലെങ്കിൽ എന്താ പറയുക, ഫിനാൻസ് കമ്മീഷൻ ഇൻ ഇന്ത്യയിലെ ഫിനാൻസ് കമ്മീഷൻ്റെ എത്രാമത്തെയാണ്, അതുപോലെ തന്നെ ചെയർമാൻമാർ നെയിമും ചോദിച്ചിട്ടായിരിക്കും വരിക. ഇത് മിക്കവാറും ഇത്തവണ എക്സ്പെക്റ്റ് ചെയ്യാം. ഇത്തവണ 7ാമത്തെ, കേരളത്തിലാണെങ്കിൽ 7ാമത്തെ സ്റ്റേറ്റ് ഫിനാൻസ് കമ്മീഷനെയാണ് ഈ 2024 സെപ്റ്റംബറിൽ അപ്പോയിൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. KN ഹരിലാലാണ് നിലവിലെ കേരള സ്റ്റേറ്റ് ഫിനാൻസ് കമ്മീഷൻ ചെയർമാൻ. അപ്പോൾ നമുക്ക് ഫിനാൻസ് കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കാം. എന്നിട്ട് നമുക്ക് കമ്മീഷൻ ചെയർമാൻമാർ ആരൊക്കെയാണെന്ന് നോക്കാം. അതായത് ഒരു സ്ഥാപനം ഭരണഘടനാ സ്ഥാപനമാണെന്ന് പറയണമെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ഒരു ആർട്ടിക്കിൾ ഉണ്ടായിരിക്കും അല്ലേ. അപ്പോൾ സ്റ്റേറ്റ് ഫിനാൻസ് കമ്മീഷനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ആർട്ടിക്കിളാണ് എന്ത്, 243I. അതുകൂടാതെ എന്താണ്, കേരള പഞ്ചായത്ത് രാജ് ആക്ട് 1994 നിലവിൽ വന്ന കേരള പഞ്ചായത്ത് രാജ് ആക്ടിൻ്റെ 186ാം സെക്ഷനിൽ പ്രതിപാദിച്ചതും, അതുപോലെ മുനിസിപ്പാലിറ്റി ആക്ട്, കേരള മുനിസിപ്പാലിറ്റി ആക്ട് 1994 205ാം സെക്ഷനിലും പ്രതിപാദിച്ചതാണ് എന്ത്, സ്റ്റേറ്റ് ഫിനാൻസ് കമ്മീഷൻ. ഈ സ്റ്റേറ്റ് ഫിനാൻസ് കമ്മീഷൻ്റെ മെയിൻ ഡ്യൂട്ടി എന്താണ്, അതായത് പഞ്ചായത്തിലെയും മുനിസിപ്പാലിറ്റികളുടെയും ധനസ്ഥിതി അവലോകനം ചെയ്ത് ഗവർണർക്ക് റെക്കമെൻഡേഷൻസ് കൊടുക്കുകയാണ് എന്താണ് ഈ സ്റ്റേറ്റ് ഫിനാൻസ് കമ്മീഷൻ്റെ മെയിനായിട്ടുള്ള ഡ്യൂട്ടി. അതുപോലെ തന്നെ ഓരോ സ്റ്റേറ്റ് ഫിനാൻസ് കമ്മീഷനെ അപ്പോയിൻറ്റ് ചെയ്യുമ്പോൾ എന്താണ്, ആ ടൈമിൽ അവർ പഞ്ചായത്തിൻ്റെ മുനിസിപ്പാലിറ്റിയുടെയും ഒക്കെ ധനസ്ഥിതി അവലോകനം ചെയ്തിട്ട് വേണ്ട റെക്കമെൻഡേഷൻസ് കൊടുക്കും. അതായത് നികുതിയിൽ, ഫീസിൽ, ചുങ്കത്തിൽ ഒക്കെ മാറ്റങ്ങൾ വരും. അതായത് ഓരോ ഫിനാൻസ് കമ്മീഷൻ്റെ റിപ്പോർട്ട് സമർപ്പിച്ച് കഴിയുമ്പോൾ നമുക്ക് ശ്രദ്ധിച്ചാൽ അറിയാം, ഇപ്പോൾ ഭൂനികുതിയോ കെട്ടിട നികുതിയോ അതിലൊക്കെ മാറ്റങ്ങൾ പഞ്ചായത്ത് തലത്തിലും മുനിസിപ്പാലിറ്റി തലത്തിലൊക്കെ മാറ്റം വരും. അതൊക്കെ ഈ ഫിനാൻസ് കമ്മീഷൻ ചെയർമാൻമാർ പഠിച്ച് റിപ്പോർട്ട് വയ്ക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ ഇതൊക്കെ എന്താണ്, ലോക്കൽ ബോഡീസിൻ്റെ ധനസ്ഥിതി ഉയർത്താനൊക്കെ ഒത്തിരി ഈ ഫിനാൻസ് കമ്മീഷനെ അപ്പോയിൻറ്റ് ചെയ്യുമ്പോൾ സാധിക്കും. ഇനി നമുക്ക് സ്റ്റേറ്റ് ഫിനാൻസ് കമ്മീഷൻ ചെയർമാൻമാർ ആരാണെന്നും ഇതുവരെയുള്ള ചെയർമാൻ എത്രാമത്തെ ആണെന്നും ഒക്കെ നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റ് സ്റ്റേറ്റ് ഫിനാൻസ് കമ്മീഷൻ ചെയർമാനായിരുന്നത് PM അബ്രഹാം ആയിരുന്നു. 2ാമത്തത് പ്രഭാത് പട്നായിക്. 3ാമത്തത് KV രവീന്ദ്രൻ നായർ. നമ്മൾ ക്വസ്റ്റ്യൻ കണ്ടു അല്ലേ. 4th പ്രൊഫസർ MA ഉമ്മൻ. 5th BA പ്രകാശ്. 6th SM വിജയാനന്ദ്. 7th KN ഹരിലാൽ. നിലവിലപ്പോൾ KN ഹരിലാലാണ് സ്റ്റേറ്റ് ഫിനാൻസ് കമ്മീഷൻ്റെ 7ാം സ്റ്റേറ്റ് ഫിനാൻസ് കമ്മീഷൻ്റെ ചെയർമാൻ എന്ന് പറയുന്നത് KN ഹരിലാലാണ്. ഈ അടുത്ത് 2024 സെപ്റ്റംബറിലാണ് അപ്പോയിൻറ്റ് ചെയ്തത്. അപ്പോൾ ഇന്നൊരു വളരെ ചെറിയ ടോപ്പിക്കായിരുന്നു. പക്ഷേ ടോപ്പിക്ക് ചെറുതാണെങ്കിലും ഈ സ്റ്റേറ്റ് ഫിനാൻസ് കമ്മീഷൻ എത്രാമത്തെ ആണെന്നും ഇതുവരെയുള്ള ചെയർമാൻമാരുടെ ഓർഡർ കറക്റ്റായിട്ട് ഓർത്തിരിക്കുന്നത് നല്ല കാര്യമായിരിക്കും. കാരണം ഇതേപോലെ മാച്ച് ദ ഫോളോയിങ് ആയിട്ടായിരിക്കും കൊടുക്കുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. അടുത്ത ക്ലാസ്സിൽ പുതിയൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം. താങ്ക്